പിണറായി വിജയൻ പിന്നിൽ, പിണറായി വിജയൻ പിന്നിൽ, ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിൽ എന്ന ഒരു വിവരം വരുന്നു. അതാണ് നമുക്കറിയണം, അത് ശരിയാണോ എന്ന് അറിയണം. പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിൽ ആണോ എന്ന് നമുക്ക് നോക്കണം. കോൺഗ്രസിന്റെ സൈബർ പോരാളികൾ പറഞ്ഞിരുന്നു ഒരു തവണയെങ്കിലും ഒരു തവണ പിണറായി വിജയൻ പിന്നിൽ വരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എവിടെ നരേന്ദ്രമോദി വാരാണസിയിൽ പിന്നിൽ പോയതുപോലെ ധർമ്മടത്ത് ഉരുക്കുകോട്ടയിൽ പിണറായി വിജയൻ പിന്നിൽ പോകുന്നുണ്ടോ? എന്താണ് അവിടുത്തെ അവസ്ഥ നമുക്ക് നോക്കണം. കണ്ണൂരിലെ ബിജീഷ് പിണറായി പിന്നിൽ പോയോ? പിണറായി 733 വോട്ടിന് ആദ്യ റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ 733 വോട്ടിന് മുഖ്യമന്ത്രി പിന്നിലാണ്. അവിടെ സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദാണ് മുന്നിട്ട് നിൽക്കുന്നത്. 733 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്. 733 വോട്ടിന്റെ ലീഡിൽ പിണറായി വിജയനെ മറികടക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് അബ്ദുൾ റഷീദ്. ചില്ലറ കളിയല്ല ഈ കേരളത്തിൽ നടക്കുന്നത് എന്ന് കണ്ടോളുക. പിണറായി വിജയൻ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ മുന്നിൽ. ഇതുവരെ LDF ലീഡ് നിലനിർത്തുന്ന തൃക്കരിപ്പൂരിൽ UDFന്റെ സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ മുന്നിലെത്തിയിരിക്കുന്നു. പിണറായി വിജയൻ പിന്നിൽ. അത് സ്ക്രീനിൽ നിൽക്കട്ടെ, പ്രധാനപ്പെട്ട സംഗതിയാണ്. ധർമ്മടത്ത് പിണറായി വിജയൻ 733 അതല്ല, എടുക്കേണ്ടവർക്ക് എടുക്കാം. 733 വോട്ട്. ഭരണവിരുദ്ധ വികാരം അതിന്റെ പരകോടിയിൽ പ്രവർത്തിക്കുന്നു എന്നാണോ ഈ സൂചനകൾ തരുന്നത്? പി രാജീവ് പിന്നിൽ, പിണറായി വിജയൻ പിന്നിൽ, വി ശിവൻകുട്ടി പിന്നിൽ, വാസവൻ പിന്നിൽ, ആർ ബിന്ദു പിന്നിൽ, വീണ ജോർജ് പിന്നിൽ, റോഷി അഗസ്റ്റിൻ പിന്നിൽ, അബ്ദുറഹ്മാൻ പിന്നിൽ, അങ്ങനെ മന്ത്രിമാരുടെ ഒരു പട പിന്നിൽ, ക്യാപ്റ്റൻ തന്നെ പിന്നിൽ.